Good morning, all. So, today we are going to deal with the poem The Gift Outright by Robert Frost. So, let's start with studying a bit about Robert Frost. Robert Frost, his full name is Robert Lee Frost. He was born on March 26, 1874 in San Francisco, California, and died on January 29, 1963 in Massachusetts, Boston. He was an American poet. അപ്പോൾ നിങ്ങൾ നേറ്റിവിറ്റി നോക്കുക അമേരിക്കൻ പോയറ്റ് ആണ് ഓക്കെ ഹു വാസ് മച്ച് അഡ്മയർഡ് ഫോർ ഹിസ് ഡെപ്പിക്ഷൻസ് ഓഫ് ദ റൂറൽ ലൈഫ് ഓഫ് ന്യൂ ഇംഗ്ലണ്ട്. ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയുടെ തന്നെ ഒരു സദേൺ പാർട്ടിനെയൊക്കെ തന്നെ വിളിച്ചിരുന്ന ഒരു പേരാണ് ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അമേരിക്കയെ തന്നെ നമ്മൾ ഒരു കാലത്ത് ന്യൂ ഇംഗ്ലണ്ട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം അത് ഓഫ്കോഴ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് പോയ ആൾക്കാരാണ് നമ്മുടെ അമേരിക്കയിൽ കോളനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് അവരെ ആ ഒരു പാർട്ടിനെ നമ്മൾ ന്യൂ ഇംഗ്ലണ്ടിന് പിടിച്ചിരുന്നു ഒരു കാലത്ത്. ആൻഡ് ഹിസ് കമാൻഡ് ഓഫ് അമേരിക്കൻ പിന്നെ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിസ് ഡെപ്പിക്ഷൻ ഓഫ് ദ റൂറൽ ലൈഫ്. അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പോയട്രി അല്ലെങ്കിൽ മലയാളം തന്നെ ആയിക്കോട്ടെ, കാൽപ്പനികത അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടെനറ്റാണ് റൂറൽ ലൈഫിൻ്റെ ഡെപ്പിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് സാധാരണ വില്ലേജസിൻ്റെ അല്ലെങ്കിൽ ഫാമിങ്, അഗ്രികൾച്ചർ, ദെൻ പക്ക റൂറൽ ലൈഫ്, ഇതെല്ലാം തന്നെയും നേച്ചറിനെ കുറിച്ച് കൂടുതൽ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും കാണിക്കുന്നതാണ് നമ്മുടെ ഡെപ്പിക്ഷൻ ഓഫ് റൂറൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൊലോക്കിയൽ സ്പീച്ച്, സാധാരണ ആൾക്കാരുടെ സംസാര രീതി ഉണ്ടല്ലോ, അതിനെ പോയട്രിയിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫേമസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ്, റൊമാൻറ്റിസിസത്തിൻ്റെ ആൾക്കാരാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്, ഇങ്ങനെ പറയുന്നവരൊക്കെ ഈ കാൽപ്പനികതയുടെ അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് വന്നവരായിട്ട് നമ്മൾ കരുതുന്നവരാണ്. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശരിക്കും റൂറൽ ലൈഫ് അറിഞ്ഞ് അതിനെക്കുറിച്ച് എഴുതിയ ഒന്നോ രണ്ടോ പോയറ്റ്സേ ഉള്ളൂ. അല്ല, ഒന്ന് റോബർട്ട് ബേൺസ് ആണെന്ന് പറയാം, രണ്ട് എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഈ പോയറ്റാണ് റോബർട്ട് ഫ്രോസ്റ്റ്. ആൻഡ് അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാം തന്നെ ഈ പറയുന്ന വെറുതെ എവിടെയെങ്കിലും ദൂരെ നിന്ന് നോക്കിയിരുന്നിട്ട് എന്താ നേച്ചറിനെ കുറിച്ച് എഴുതുമ്പോൾ ഇവർക്ക് ശരിക്കും നേച്ചർ എന്താണെന്നറിയാം. കാരണം അതുമായിട്ട് അത്രയധികം ഇടപഴകി ജീവിച്ചിരുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റ്. എന്നിട്ട് അതിന് അത്ര അറിഞ്ഞിട്ട് എഴുതിയ ആളുകളിൽ ഒരാളായിരുന്നു പുള്ളി. ഓക്കെ, and his realistic verse portraying ordinary people in everyday situations, അതുപോലെ realistic ആയിട്ടുള്ള situations where ordinary people are portrayed in their own surroundings. അവരുടെ തന്നെ സറൗണ്ടിങ്സിൽ അവരെ കുറിച്ച് എഴുതുന്ന, എസ്പെഷ്യലി ഈ പറയുന്ന പോലെ തൻ്റെ ചുറ്റും കാണുന്ന ആൾക്കാരെ കുറിച്ച് തന്നെ അങ്ങനെ എഴുതിയിരുന്ന ഒരു പുള്ളിയായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റ്. Now, after graduating high school, Robert Frost went to Dartmouth College. A top student in his school, he shared valedictorian honors with Eleanor White, with whom he had already fallen in love. Okay, പുള്ളിയുടെ ബയോ ഡീറ്റെയിൽസ് ആണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നുള്ളൂ. Robert continued to labor on the poetic career he had begun in a small way during high school. He first achieved professional publication in 1894 when the Independent, a weekly literary journal, printed his poem My Butterfly and Elegy. ഇതിനുള്ളിൽ ആലോചിക്കുക, പുള്ളി ഹൈസ്കൂൾ ഗ്രാജുവേഷൻ്റെ ആ ടൈം തന്നെ പുള്ളി എഴുതി തുടങ്ങിയതാ. 1894 തന്നെ പുള്ളിയുടെ ഒരു പോം ഇൻഡിപെൻഡന്റ് വീക്ക്ലിയിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് വെച്ചാൽ വിച്ച് ഐ വിൽ കം ടു ലേറ്റർ. ദെൻ ഇംപേഷ്യൻറ്റ് വിത്ത് അക്കാഡമിക് റൂട്ടീൻ, പുള്ളി ഡാർട്ട്മൗത്ത് കോളേജിലാണല്ലോ പഠിച്ചിരുന്നത്. അപ്പം പുള്ളിക്ക് അക്കാഡമിക് റൂട്ടീൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള പാടായത് കാരണം ഫ്രോസ്റ്റ് ലെഫ്റ്റ് ഡാർട്ട്മൗത്ത് ആഫ്റ്റർ ലെസ് ദാൻ ഇയർ. He and Eleanor married in പുള്ളിയുടെ ഹൈ സ്കൂൾ സ്വീറ്റ് ഹാർട്ടിനെ പുള്ളി in 1895 മാരി ചെയ്തു, but found life difficult and the young poet supported them by teaching school and farming, neither with notable success. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ഫാമിലി ആയല്ലോ, അപ്പോൾ അത് കാരണം പുള്ളിക്ക് പ്രാരാബ്ധം ആയത് കാരണം തന്നെ പുള്ളി എന്ത് ചെയ്തു തുടങ്ങി, ടീച്ചിങ്ങും സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി, പിന്നെ ഫാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് പോലെ പുള്ളി സർവൈവ് ചെയ്യാനായിട്ടുള്ള ശ്രമമായിരുന്നു എന്നർത്ഥം. During the next dozen years, 6 children were born, 2 of whom died early, leaving a family of 1 son and 3 daughters. പുള്ളിയുടെ
പിള്ളേരുടെ കാര്യമൊക്കെ പറയുന്നത്. അവസാനം പുള്ളിക്ക് ഉണ്ടായിരുന്നത് 4 കുട്ടികളും. ഓക്കെ. ആൻഡ് ഫ്രോസ്റ്റ് റെസ്യൂംഡ് ഹിസ് കോളേജ് എഡ്യൂക്കേഷൻ അറ്റ് ഹാർവർഡ്. പുള്ളി എവിടെ കോളേജ് എഡ്യൂക്കേഷൻ നേടാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഹാർവർഡിലാണ് പോയത് 1897. പക്ഷെ അവിടെ നിന്നും പുള്ളി 2 ഇയേഴ്സിന് ശേഷം അവിടെ നിന്നും തിരിച്ചു പോന്നു. From 1900 to 1909, the family raised poultry on a farm near Derry, New Hampshire, and for a time, Frost also taught at Pinkerton Academy in Derry. ഇവിടെയാണ് ശരിക്കും പിന്നെ പുള്ളിയുടെ ആ ഒരു ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു നോളജും എല്ലാം തന്നെ വളരെ നന്നായിട്ടുണ്ടാവുന്നത്. അതുപോലെ ആ റൂറൽ ലൈഫിനെ കുറിച്ചുള്ള പുള്ളിയുടെ ഒരു ബോധം ഇതെല്ലാം തന്നെ ഡെവലപ്പ് ആവുന്നത് ശരിക്കും പിന്നെ ഇവിടെ വെച്ചാണ്. പുള്ളിയുടെ പല പോയിട്രിയിലും നമുക്ക് ഡെറിയുടെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. Now, Frost became an enthusiastic botanist and acquired his poetic persona of a New England rural sage during the years he and his family spent at Derry. All this while, he was writing poems. അപ്പോൾ ഈ കാലഘട്ടം അത്രയും പുള്ളി എഴുതുക. എന്നാലോചിക്കുക, പുള്ളി ആ ഹൈസ്കൂളിലായിരുന്നപ്പോൾ മുതൽ പുള്ളി എഴുതുക എന്ന് ആലോചിക്കാം. ബട്ട് പബ്ലിഷിംഗ് ഔട്ട്ലെറ്റ്സ് ഷോഡ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ദം. പക്ഷെ ഒരു പബ്ലിഷിംഗ് ഔട്ട്ലെറ്റ്സും പുള്ളിയുടെ പോംസ് പബ്ലിഷ് ചെയ്യുന്നതിൽ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. Poetry had always been considered a young person's game, but Frost, who was nearly 40 years old, had not published a single book of poems and had seen just a handful appearances in magazines. അപ്പോൾ പുള്ളി പറയുന്നത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് he is now 40 years old, and 40 years ആയിട്ടും പുള്ളിയുടെ അങ്ങനെ ഭയങ്കര നല്ല പോംസും തന്നെ എന്താ ഒരിടത്തും അങ്ങനെ പബ്ലിഷ് ആയിട്ട് വന്നിട്ടില്ല, എക്സെപ്റ്റ് ഫോർ some 1 or 2 appearances in magazines. അപ്പോൾ in 1911 ownership of the dairy farm passed to Frost. A momentous decision was made to sell. അപ്പം ഇത് എല്ലാം ഈ ഷെയർഡ് ആയിരിക്കുമല്ലോ പല സ്പേസസും. അതല്ല എനിവേ ഡെറി ഫാമിൻ്റെ എന്താ ലീഗൽ ഓണർഷിപ്പ് ഫ്രോസ്റ്റിന് കിട്ടുന്നത് 1911. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തു, ഒരു മൊമെന്റസ് ഡിസിഷൻ എടുത്തു. ആൻഡ് ആ മൊമെന്റസ് ഡിസിഷൻ എന്ന് പറയുന്നതാണ് ടു സെൽ ദ ഫാം. അപ്പോൾ അങ്ങനെ പുള്ളി ഫാം സെൽ ചെയ്തു ആൻഡ് യൂസ് ദ പ്രൊസീഡ്സ് ടു മേക്ക് എ റാഡിക്കൽ ന്യൂ സ്റ്റാർട്ട് ഇൻ ലണ്ടൻ, വേർ പബ്ലിഷേഴ്സ് വേർ പെർസീവ് ടു ബി മോർ റിസെപ്റ്റീവ് ടു ന്യൂ ടാലന്റ്. അപ്പോൾ എന്തിനാ പുള്ളി അങ്ങനെ ആ ഫാം വിറ്റത് എന്താണെന്ന് വെച്ചാൽ വിറ്റിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് കൊണ്ട് നേരെ ലണ്ടനിലോട്ട് പോകാനാണ്. ഹി ഈസ് ലിവിങ് ഇൻ അമേരിക്ക ആൻഡ് അവിടെ നിന്ന് നേരെ ലണ്ടൻ യൂറോപ്പിലോട്ട് പോകാനാണ് പുള്ളി പ്ലാൻ ചെയ്തത്. കാരണം എന്താണ് പുള്ളി അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ ലണ്ടനിലെ പബ്ലിഷേഴ്സ് ആർ മോർ റിസെപ്റ്റീവ് ടു ന്യൂ ടാലന്റ്. പുതിയ വരുന്ന പോയറ്റ്സിനോട് കുറച്ചുകൂടെ റിസെപ്റ്റീവ് ആണ് എന്ന് തോന്നിയത് കാരണമാണ് പുള്ളി അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് ആക്ച്വലി എ ഗുഡ് മൂവ്. എനിവേ got lucky എന്ന് നമുക്ക് പറയാം. Accordingly, in August 1912, Frost's family sailed across the Atlantic to England. 1912 അവരെ ഇംഗ്ലണ്ടിലോട്ട് പോയി. Frost carried with him sheaves of verses he had written but not gotten into print. അപ്പോൾ ഇതുവരെ പ്രിന്റ് ചെയ്യപ്പെടാത്ത കുറേ പോയട്രിയും കൊണ്ടാണ് പുള്ളി അവിടെ അങ്ങോട്ട് പോകുന്നത്. English publishers in London did indeed prove more receptive to innovative verse, and through his own vigorous efforts and those of the expatriate American poet Ezra Pound, Frost within a year had published A Boy's Will. Okay. എവിടെ എത്തി, ഒരു വർഷത്തിനുള്ളിൽ തന്നെ. ഈ പറഞ്ഞ ഒരു റീസൺ അത് തന്നെയാണ്, ദാറ്റ് ഇംഗ്ലണ്ടിലെ പബ്ലിഷേഴ്സ് വെർ മോർ റിസെപ്റ്റീവ് ടു ന്യൂ ടാലന്റ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഓൾസോ ഹി വാസ് ഹെൽപ്പ് ബൈ ദ അമേരിക്കൻ എക്സ്പാട്രിയേറ്റ് എസ്രാ പൗണ്ട്. എസ്രാ പൗണ്ടാണ് അന്നത്തെ കാലത്ത് ഒരുപാട് അമേരിക്കൻ പോയറ്റ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്, ഇൻക്ലൂഡിങ് T.S. Eliotനെ പോലുള്ള പോയറ്റ്സിനെയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് എസ്രാ പൗണ്ട്. അപ്പോൾ എസ്രാ പൗണ്ടിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി ഫ്രോസ്റ്റ് വിത്തിൻ നെക്സ്റ്റ് ഇയർ ഹി പബ്ലിഷ്ഡ് എ പോയട്രി കളക്ഷൻ കോൾഡ് എ ബോയ്സ് വിൽ. 1913 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. From this first book, such poems as Storm Fear, The Tuft of Flowers, and Moving became standard anthology pieces. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കളക്ഷനിൽ നിന്ന് തന്നെ ആക്ച്വലി സ്ഥിരമായിട്ട് നമ്മൾ ഫ്രോസ്റ്റിന്റെ പോംസ് ആന്തോളജിയിൽ കാണുന്ന ഏതൊക്കെയാണോ അതെല്ലാം തന്നെയും ഈ ഫസ്റ്റ് പോയട്രി കളക്ഷൻ. അപ്പം ആലോചിക്കുക, പുള്ളി കുഞ്ഞിലെ പോലെ എഴുതിയ പോയട്രിയിൽ എന്തുമാത്രം ടാലന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ കുറച്ച് അമേരിക്കയിലുണ്ടായിരുന്ന കുറച്ച് പബ്ലിഷേഴ്സ് ദേ വർ നോട്ട് റിസെപ്റ്റീവ് ടു ഇറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും തന്നെ കണ്ടുപിടിക്കാതെ പോകുന്നത്. പുള്ളി അന്ന് ലണ്ടനിലോട്ട് പോയില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ പുള്ളി അനോണിമസ് ആയിട്ട് തന്നെ പുള്ളി അങ്ങ് മരിച്ചു പോകും. ആരും തിരിച്ചറിയാതെ പോകുന്ന ഒരു ടാലന്റ് ആയിട്ട് തീർന്നു തന്നെ. അപ്പോൾ മൂവിംഗ് പോളിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ഏതൊരു പോയട്രി ആന്തോളജിയിൽ എടുത്താലും കാണാൻ പറ്റുന്ന ഒരു പോവാണ് മൂവിംഗ് എന്ന് പറയുന്നത്. Now, A Boy's Will
was followed in 1914 by a second collection, North of Boston. പുള്ളിയുടെ second collection North of Boston എന്ന് പറയുന്നത്. That introduced some of the most popular poems in all of Froe's work, among them Mending Wall, The Death of the Hired Man, Home Burial, and After Apple Picking. See, ഇതില് Mending Wallum, Home Burial, After Apple Picking എന്ന് പറയുന്നത് again നമ്മൾ ഏതൊരു പോയട്രി ആന്തോളജി എടുത്താലും നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റുന്ന പോംസ് ആണ് ഇതൊക്കെ. ഡെത്ത് ഓഫ് ദ ഹയർമാനും അതേപോലെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ മറ്റത് മൂന്നുമാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. ലൈക്ക് കുട്ടികൾ നിങ്ങൾക്ക് തന്നെ പ്ലസ് ടുവിലൊക്കെ ബെൻഡിങ് വോള് പഠിക്കാൻ കിട്ടിക്കാണണം. Now, the Boston poet Amy Lowell traveled to England in 1914, and in the bookstores she encountered Froe's work, and later she wrote a review of the North of Boston. Amy Lowell എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പോയിട്ട് ഉണ്ട്. ഷീ ട്രാവൽ ടു ഇംഗ്ലണ്ട് ഡ്യൂറിംഗ് ദിസ് ടൈം, എസ്പെഷ്യലി ഇൻ 1914. ആൻഡ് അവിടെ വെച്ചിട്ട് പുള്ളിക്കാരി ഈ ഒരു ബോസ്റ്റൺ ബുക്ക് സ്റ്റോറിൽ ബോസ്റ്റൺ അല്ല, ഒരു ബുക്ക് സ്റ്റോറിൽ ഈ നോർത്ത് ഓഫ് ബോസ്റ്റൺ എന്ന് പറയുന്ന ആ ഒരു പോയട്രി കളക്ഷൻ കാണുകയും പുള്ളിക്കാരി അത് മേടിക്കുകയും അതിനെക്കുറിച്ച് റിവ്യൂ എഴുതാനായിട്ട് തുടങ്ങുകയും ചെയ്തു. The outbreak of World War I brought the Froes back to the United States in 1950. And അപ്പോഴത്തേക്ക് നമ്മുടെ വേൾഡ് വാർ ഫസ്റ്റ് തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ ഫ്രോസ് ഫാമിലി ആയിട്ട് തന്നെ തിരിച്ച് അമേരിക്കയിലോട്ട് വന്നു. ബൈ ദെൻ എമി ലോവൽസ് റിവ്യൂ ഹാഡ് ഓൾറെഡി അപ്പിയർഡ് ഇൻ ദ ന്യൂ റിപ്പബ്ലിക്. അപ്പോഴത്തേക്കും എമി ലോവലിന്റെ റിവ്യൂ ഓഫ് നോർത്ത് ഓഫ് ബോസ്റ്റൺ ഓൾറെഡി തന്നെ ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഫ്രോ സൂൺ ഫൗണ്ട് ഹിംസെൽഫ് besieged by magazines seeking to publish his poems. And once ആ റിവ്യൂ വന്നതിന് ശേഷം പുള്ളിയുടെ പോംസിന് വേണ്ടിയിട്ട് എല്ലാ മാഗസീൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, അടി കൂടാൻ തുടങ്ങി. ദാറ്റ് they want to publish his poems. Never before had an American poet achieved such rapid fame after such a disheartening delay. ഇത്രയും കാലം ഞാൻ നേരത്തെ പറഞ്ഞില്ല, വളരെ കുഞ്ഞിലെ പോലെ എഴുതി തുടങ്ങിയിട്ട് പുള്ളിക്ക് 40 years കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ശരിക്കുള്ള ആ ഒരു ശരിക്കുള്ള ആ ഒരു അപ്രൈസൽ കിട്ടുന്നത്. അപ്പോൾ അതും ആ കിട്ടുന്ന അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വളരെ സഡൻ ആയിട്ട് ജസ്റ്റ് ആഫ്റ്റർ എ റിവ്യൂ അങ്ങനെ കിട്ടിയതാണ് ആ ഒരു ഈ ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു ഫെയിം എന്ന് പറയുന്നത്. And never before Froese bought a small farm at Franconia, New Hampshire in 1915, but his income from both poetry and farming proved inadequate to support his family, and so he lectured and taught part-time at Amherst College and at the University of Michigan from 1916 to 1938. Even പക്ഷേ എന്നാലും പുള്ളി സക്സസ്ഫുൾ ആയെങ്കിൽ കൂടിയും അതുകൊണ്ടും പിന്നെ ഫാമിംഗ് കൊണ്ടും തന്നെ പുള്ളിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് പുള്ളി യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗനിലെ ആംഹേഴ്സ്റ്റ് കോളേജിലൊക്കെ പുള്ളി പഠിപ്പിക്കാനും പോയിട്ടുണ്ടായിരുന്നു. എനി റിമൈനിങ് doubt about his poetic abilities was dispelled by the collection Mountain Interval, which continued the high level established by his first books. പിന്നീട് വന്ന പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള another collection ആണ് Mountain Interval. His reputation was further enhanced by New Hampshire, another collection New Hampshire എന്നാണ്, which received the Pulitzer Prize for poetry. പോയട്രിയുടെ Pulitzer Prize ലഭിച്ച collection ആണ് ന്യൂ ഹാംഷയർ. അത് ഓർമ്മിച്ച് വെച്ചേക്കുക, ഒരു പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കാം. Now his other poetry volumes include West Running Brook, Steeple Bush, and In the Clearing. ബാക്കിയുള്ള poetry volumes ആണ് ഈ പറഞ്ഞത്. Froese served as a poet in residence at Harvard, Dartmouth, and Amherst College, and in his old age he gathered honors and awards from every quarter. He was a poetry consultant to the Library of Congress, and his recital of his poem The Gift Outright, which is നമുക്ക് ഇവിടെ പഠിക്കാൻ കിട്ടിയിട്ടുള്ള പോത്തിന്റെ കാര്യം പറയുന്ന ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞത് ഇനോഗ്രേഷൻ ഓഫ് President John F. Kennedy in 1961 was a memorable occasion. Okay, see ആ ഒരു ഇതിന് ശേഷം പുള്ളി വൺസ് അത് പുള്ളി ഒന്ന് പച്ച പിടിച്ചതിന് ശേഷം പുള്ളി എത്രത്തോളം ഫേമസ് ആയെന്ന് ആലോചിക്കുക. ഓക്കെ, പുള്ളിച്ച പ്രൈസ് കിട്ടി, 3-4 കോളേജസിൽ പുള്ളി പ്രൊഫസർ ആയിരുന്നു, ആൻഡ് ദെൻ ഇഷ്ടംപോലെ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് കൺസൾട്ടന്റ് ടു ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഈവൻ ഗോട്ട് ടു റിസൈറ്റ് ഹിസ് പോം ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് ഇൻ John F. Kennedy's inaugural session. And the poems in Froe's early books, especially North of Boston, differ radically from late 19th century romantic verse, with its ever benign view of nature, its didactic emphasis, and its slavish conformity to established verse forms and themes. These of mainstream portraits signaled Froe's departure from the old tradition and his own fresh interest in delineating New England characters and their formative background. See, പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ
he wrote in a he was a radical എന്ന് വെച്ചാൽ അപ്പോഴുള്ള ആൾക്കാർ ആരും തന്നെ എൻ്റെ ട്രഡീഷണൽ ഫോംസ് യൂസ് ചെയ്യുന്നില്ല. And he became a radical by using the traditional forms. Okay, അതിൻ്റെ ഒരു കോൺട്രറി വിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. Now, natural world for Frost were two phases. According to Frost, the natural world has two phases. Okay, and these phases include one very fearsome and the other one being a benign nature. For one thing is that early on he overturned the Emersonian concept of nature as healer and mentor in a poem in A Boy's Will. Nature as healer and mentor is the one phase. Okay, entitled Storm Fear, a grim picture of a blizzard as a raging beast that dares the inhabitants of an isolated house to come outside and be killed. പിന്നുള്ളതെന്ന് വെച്ചാൽ എന്താ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ റേജിംഗ് ബീസ് കൈൻഡ് ഓഫ് ഫേസ് ആണ് നേച്ചറിനുള്ളത്. In such poems as Stopping by Woods on a Snowy Evening and The Hill Wife, the benign surface of nature cloaks potential dangers and death itself lurks behind dark mysterious trees. Okay, ഈവൻ വളരെ പാവമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയെ പോലും ശരിക്കും പിന്നെ നേച്ചറിന് അങ്ങനെയല്ല, ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് എന്നുള്ളതും നമുക്ക് മുന്നിൽ എത്തിച്ചേർന്നുണ്ട് റോബർട്ട് ഫ്രോസ്റ്റ്. അത് രണ്ട് വേർഷനും, നേച്ചർ ആസ് ദ ഹീലർ, മെന്റോർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ആസ് ഓഫ് കോഴ്സ് ദ ഡിസ്ട്രോയർ. ഇത് രണ്ടും നമുക്ക് മുന്നിൽ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് ഫ്രോസ്റ്റിന്. Now, nature's frolicsome aspect predominates in other poems such as Birches, where a destructive ice storm is recalled as a thing of memorable beauty. അതുപോലെ നേച്ചറിന്റെ പല ബ്യൂട്ടിയെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ ബേർച്ചസ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോവാ. അവർ ഈ പൈൻ ട്രീസ് ഉണ്ടല്ലോ, പൈൻ ട്രീസിൽ മഞ്ഞ് വീണ് ഈ ട്രീസ് ബെൻഡ് ചെയ്ത് ഇങ്ങനെ ആർച്ച് പൊങ്ങി വാങ്ങും. അപ്പോൾ കുട്ടികൾ ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കയറുമ്പോഴത്തേത് ഇങ്ങനെ ഇത് തിരിച്ച് പോവും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഹെവനിലോട്ട് പോകുന്നതിന് തുല്യം എന്നുള്ള രീതിയിലുള്ളൊരു കമ്പാരിസൺ ഒക്കെ പുള്ളിയാണല്ലോ പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ പോം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ അതിനുള്ളിൽ ഈ പറയുന്ന പോലെയാണ് ആ നേച്ചറിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്താണോ അതും അറ്റ് ദ സെയിം ടൈം തന്നെ നേച്ചറിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വിച്ച് ഇസ് മിസ്റ്റീരിയസ്, ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സും അതെല്ലാം തന്നെ ഫ്രോസ്റ്റ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. Now, Frost was widely admired for his mastery of metrical form, which he often set against the natural rhythms of everyday unadorned speech. നമ്മുടെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു സ്പീച്ചിനനുസരിച്ചുള്ള അതിനുള്ള താളമൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് പുള്ളി തൻ്റെ മെട്രിക്കൽ ഫോംസ് ആയിട്ട് പുള്ളി മീൻസ് ആ മെട്രിക്കൽ ഫോംസ് അതിനനുസരിച്ചാണ് പുള്ളി യൂസ് ചെയ്തിരുന്നത് അർത്ഥം. In this way, the traditional stanza and metrical line achieved new vigor in his hands. അങ്ങനെ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഫോംസും എല്ലാം തന്നെ പുള്ളിയുടെ കയ്യിലായപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു എന്താ ഒരു ഇറ്റ് ഹാഡ് ദിസ് എക്സ്പെരിമെന്റൽ ടോൺ ടു ഇറ്റ്. And as it used to be new, set him aside from the radical experimentalism of the advocates of verse libs in the early 20th century. 20th centuryയിൽ ഓൾമോസ്റ്റ് പലരും ട്രൈ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു വേഴ്സ് ലിബ്രെ എന്ന് പറഞ്ഞാൽ ഫ്രീ വേഴ്സ്. അപ്പോൾ പുള്ളി ഫ്രീ വേഴ്സും യൂസ് ചെയ്തിരുന്നു. അറ്റ് ദ സെയിം ടൈം പുള്ളി അതിൻ്റെ കൂടെ തന്നെ പുള്ളി ട്രഡീഷണൽ ആയിട്ടുള്ള ഫോംസും പുള്ളി യൂസ് ചെയ്തിരുന്നു, വിച്ച് മെയ്ഡ് ഹിം ഓഫ് കോഴ്സ് റാഡിക്കൽ എക്സ്പെരിമെന്റലിസ്റ്റ്. Now, Frost mastered blank verse എന്ന് പറയുമ്പോൾ അൺറൈംഡ് വേഴ്സ് ഇൻ ഇയാമ്പിക് പെന്റാമീറ്റർ ആണ്. അതായത് ഒരു സെന്റൻസിൽ 10 സിലബിൾസ് ഉണ്ടാവും. 10 സിലബിൾസിനെ നമുക്ക് 5 ഫൂട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സിലബിൾ എന്ന് പറയുന്നത് അൺസ്ട്രെസ്ഡ് ആയിരിക്കും, രണ്ടാമത്തെ സിലബിൾ എന്ന് പറയുമ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്കൽ പാറ്റേണിൽ എഴുതിയിരിക്കുന്നതാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ റൈം കാണത്തില്ല. അതായത് എൻഡിൽ വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് സെന്റൻസിന്റെ എൻഡിൽ കിങ്, രണ്ടാമത്തെ റിങ്, ഇങ്ങനെ വരുന്ന രീതിയിലല്ല, അങ്ങനത്തെ റൈംസ് കാണത്തില്ല. അതാണ് നമ്മുടെ ഇയാമ്പിക് പെന്റാമീറ്റർ അല്ലെങ്കിൽ ഈ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് അൺറൈംഡ് വേഴ്സ് ഇൻ ഇയാമ്പിക് പെന്റാമീറ്റർ. For use in such dramatic narratives as Mending Wall and Home Burial, becoming one of the few modern poets to use it both appropriately and well. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വേഴ്സ് ലിബ്രെ ഫോളോ ചെയ്തിരുന്നപ്പോൾ പുള്ളി മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് വേഴ്സ് അതും ഒരു റാഡിക്കൽ ടൈപ്പിൽ യൂസ് ചെയ്തത് പുള്ളിയായിരുന്നു. ഓക്കെ, Now, The Gift Outright. നമുക്ക് പോയറ്റിനെ കുറിച്ചൊരു ചെറിയ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. Robert Frost was a great lover of his country, especially the part of the country known as New England. പുള്ളിക്ക് ഓഫ് കോഴ്സ് പുള്ളിയുടെ ആ കൺട്രി എന്നുള്ളതിൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അഭിമാനമൊക്കെ ഉള്ള ഒരു പുള്ളിയായിരുന്നു.
അതും എസ്പെഷ്യലി ന്യൂ ഇംഗ്ലണ്ട് എന്നുള്ള ആ ഒരു പാർട്ടിനെ കുറിച്ച്. He wrote a number of poems dealing with American life and culture and with the beliefs, manners and customs of the American people. അമേരിക്കക്കാരുടെ ആ ഒരു കൾച്ചർ, അവരുടെ ബിലീഫ്സ്, അവരുടെ മാനേഴ്സ്, അവരുടെ കസ്റ്റംസ്, ഇതിനെക്കുറിച്ചൊക്കെ പുള്ളി ഒരുപാട് എഴുതിയിട്ടുണ്ട് തൻ്റെ പോംസിലും. The American ideals of democracy, liberty and fraternity find a poignant expression in several of his poems. അവരുടെ ആ ഒരു വിഷൻ ഓഫ് ഡെമോക്രസി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, അതൊക്കെ പുള്ളിയുടെ പല പോംസിലും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. This poem was composed in 1936 and published in 1941. A few months later, the United States entered World War II. ഇത് എഴുതിയത് 1936ലാണ്, പക്ഷെ അതായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1941ലാണ്. ആൻഡ് വൺസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് കാലത്തിന് ശേഷം വേൾഡ് വാർ സെക്കൻഡ് സംഭവിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഇത് അധികം അങ്ങ് ആരും അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ കണ്ടിട്ടില്ല എന്നർത്ഥം. ഇറ്റ് വാസ് റിസൈറ്റഡ് അറ്റ് എ ഗാദറിംഗ് ഓഫ് the Phi Beta Kappa Society at the William and Mary College on the 5th of December 1941. അവർക്ക് ഈ കോളേജസുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ അസോസിയേഷൻ, സ്റ്റുഡൻറ് അസോസിയേഷൻസ് ഉണ്ട്, ആൽഫ, ബീറ്റ, കാപ്പ, തേറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള ഫൈ ബീറ്റ കാപ്പ സൊസൈറ്റി അതിൻ്റെ ഒരു ഇവൻറ്റിലാണ് പുള്ളി ഇത് ആദ്യമായിട്ട് റിസൈറ്റ് ചെയ്യുന്നത്. It was published in Frost volume A Witness Tree in 1942. And ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് എന്ന് പറയുന്നത് വിറ്റ്നസ് ട്രീ എന്ന് പറയുന്ന കളക്ഷനാണ് 1942. Now the gift outright is a patriotic poem. This poem had already achieved a level of familiarity and recognition among the people. അപ്പോൾ ഓൾറെഡി ഇത് പബ്ലിഷ് ചെയ്തത് കാരണം തന്നെ ഓൾറെഡി ആൾക്കാർക്ക് അറിയാം ഇത് എന്ത് തരത്തിലുള്ള പോമാണ്, ആൻഡ് ഇറ്റ്സ് എ പാട്രിയോട്ടിക് പോയം. ഇതെല്ലാം തന്നെ ആൾക്കാർക്ക് അറിയാം, റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള പോയം. But it received special attention when Frost recited it at the inauguration of President John F. Kennedy on January 20, 1961. പക്ഷേ 1961 ജോൺ എഫ് കെന്നഡിയുടെ പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ സെറമണിയിൽ ഫ്രോസ്റ്റ് റിസൈറ്റ് ചെയ്ത പോം ഇതായിരുന്നു. അപ്പം അങ്ങനെ അത് കുറച്ചുകൂടെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫെയിം കിട്ടിയിട്ടുള്ളൊരു പോം എന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോ ബൈഡൻ എലക്ട് ചെയ്തപ്പോഴത്തേക്കും തന്നെ എഗെയിൻ സിമിലർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരുടെ പേര് ലെറ്റ് മീ തിങ്ക്. എല്ലാ ഇനോഗ്രൽ സെറമണീസിലും ഇതേപോലെ അവർ പോയറ്റ്സ്, പിന്നെ ആർട്ടിസ്റ്റ്, ഇവരുടെ ഒക്കെ തന്നെയും ഒരു ഇതുണ്ടാവും, ഒരു ഇവന്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇത്തവണ നിങ്ങൾക്കറിയാം റിഹാനയും ജയിലോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ പോയറ്റ്സും വരാറുണ്ട് ഇതേപോലെ. ഇഫ് ആ പോയറ്റ്സ് അവരുടെ ആ ഒരു ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് ആ ഒരു അലീജിയൻസ് ഉള്ള പോയറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം അതുപോലെ ഈച്ച് ടൈം അങ്ങനെ വരാറുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു ഹെർ നെയിം വാസ് അമാൻഡ ഗോമൻ. ഓക്കെ, പുള്ളിക്കാരിയുടെ ഈ പറയുന്ന അമേരിക്കൻ യൂണിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞ മീൻസ് അങ്ങനത്തെ ഒരു പോയട്രി പറഞ്ഞ ഒരു പുള്ളിക്കാരൻ അമാൻഡ ഗോമൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോയട്രി, യങ് പോയറ്റസ് ആണ്. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പുള്ളിക്കാർ ഭയങ്കര വൈറലായ ഒരു പോയട്രി റിസൈറ്റിംഗ് ആയിരുന്നു പുള്ളിക്കാരുടെ. നോക്കിയാൽ മതി, ജോ ബൈഡന്റെ ഇനോഗ്രൽ സെറമണിയിലുള്ളത്. ഓക്കെ, അപ്പം അതുപോലെ ഒരു കാലത്ത് ജോൺ എഫ് കെന്നഡിയുടെ ഇനോഗ്രൽ സെറമണിയിൽ റിസൈറ്റ് ചെയ്ത പോമായിരുന്നു this gift and the gift outright. The poem is deeply patriotic. It is one of the best patriotic poems ever written about America and American people. For its deep love of the land, John F. Kennedy was drawn to it. Frost was a special invitee to read this great poem, though short in size, at his inauguration. പക്ഷെ ആ പറയുന്നതിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചാൽ മതി. ഇത് ശരിക്കുള്ള ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ്, ദാറ്റ് ഹി ഹാസ് ഒറിജിനലി പ്ലാൻ ടു റിസൈറ്റ് ദ പോയം ഡെഡിക്കേഷൻ എന്ന ടൈറ്റിലുള്ള ഒരു പോയമാണ് ശരിക്കും പുള്ളി വായിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പുള്ളി അപ്പോൾ ഈ ലൈറ്റിൻ്റെയോ എന്തോ ഇഷ്യൂസ് ഉള്ളത് കാരണം പുള്ളി എന്ത് ചെയ്തു, പുള്ളി ഗിഫ്റ്റ് ഔട്ട്റൈറ്റാണ് പുള്ളി വായിച്ചതെന്നുള്ളതാണ് ഒരു വേർഷൻ ദാറ്റ് ഐ ഹാവ് ഹേർഡ്. അപ്പം ഞാൻ അതിവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ മുകളിൽ കൊടുത്തയച്ചാലും മതി. The greatest quality about this poem is that it expresses much in short compass. അത് വളരെ കുഞ്ഞു പോയമാണ്, പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്.
അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എന്താ വിശദീകരിച്ച് റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ പറയേണ്ടി വരുന്നത് എന്നുള്ളത്. It does not become lavish in praise of the country. In the fewest words, poetic indeed as it is, Frost succeeds in raising the poem to the stature of a national anthem. ആൻഡ് പുള്ളിയുടെ ആ ഒരു മീൻസ് വളരെ കുഞ്ഞു പോമാണെങ്കിലും തന്നെ ആ ഒരു കുറച്ച് വേർഡ്സിൽ അത്രയും പോയറ്റിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എൻഡവറാണത്. സോ ദാറ്റ് അതിനൊരു ഇന്നത്തെ ഒരു കാലത്ത് തന്നെ അതിൻ്റെ ഒരു നാഷണൽ ആന്തത്തിൻ്റെ ഒരു സ്റ്റേച്ചറാണ് ഈ പോയത്തിന് ഉള്ളത് അവർക്ക്. ഓക്കെ, സോ ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. The title suggests that a gift is given freely. Okay, ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ്, അങ്ങനെയാണ് ആ ടൈറ്റിൽ അവിടെ പറയുന്നത്, ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. Frost summarizes the history and politics of the formation of the country by elaborating on this relationship, the gift of the title that Americans could not accept without surrendering to it. It means the land has given the people of America a gift, and until they surrender to it, until they surrender to the land itself, they won't be able to accept the gift. Okay, like they won't be able to see it as a gift. അതാണ് പുള്ളി പറയാൻ ഉദ്ദേശിക്കാൻ. അത് പറയാൻ വേണ്ടിയിട്ട് പുള്ളി അതിൻ്റെ ഐ മീൻ ലാൻഡിൻ്റെ അമേരിക്കൻസിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ലാൻഡിൻ്റെ ഹിസ്റ്ററി മുതലാണ് പുള്ളി പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. നമ്മൾ ഇന്ന് കാണുന്ന നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന പ്ലേസിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു, റെഡ് ഇന്ത്യൻസ്. ഓക്കെ, ആൻഡ് ഈ റെഡ് ഇന്ത്യൻസ് അവിടെ സാധാരണ എന്താ പറയുക ട്രൈബൽസ് അങ്ങനത്തെ ആ രീതിയിൽ അവിടെ ജീവിച്ചിരുന്നപ്പോഴത്തേക്കാണ്, വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചിട്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താ കപ്പലിൽ നമ്മുടെ ഈ നോർത്ത് അമേരിക്കയിൽ എത്തുന്നത്. അവിടെ വന്നിട്ട് അവർ ഈ റെഡ് ഇന്ത്യൻസിനെ കൊന്ന്, മീൻസ് അവരോട്ട് കുറേ കാലത്തെ വോർ ഉണ്ടായിരുന്നു. ആൻഡ് ആ വോറിൽ ഒരു വലിയ വിഭാഗം റെഡ് ഇന്ത്യൻസിനെ ഇല്ലാണ്ടാക്കിയിട്ട് അവരവിടെ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ആദ്യം വിളിക്കുന്ന അമേരിക്കൻസ് എന്ന് പറയുന്ന കോളനീസ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, ആൻഡ് ഈ കോളനീസ് അവർ എന്താ പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് നേഷൻ ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ നേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ ആഫ്രിക്കയിൽ നിന്ന് അവർ സ്ലേവ്സിനെ കൊണ്ടുവന്നു. ഓക്കെ, ദോസ് ആർ നമ്മൾ ഇന്ന് കാണുന്ന എന്താ ആഫ്രോ അമേരിക്കൻസ് എന്ന് പറയുന്ന ഒരു കാലത്ത് അവർ നേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന എന്താണ് സ്ലേവ്സ് ആയിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് ദേ ഹാഡ് ദെയർ ഓൺ റൈറ്റ് ജസ്റ്റ് ആസ് ദ കോളനീസ്. കാരണം എല്ലാവരും വന്നവർക്ക് അതേപോലെ റൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതേപോലത്തെ റൈറ്റ് ഉണ്ട്. ശരിക്കുള്ള റൈറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേറ്റീവ് ഇന്ത്യൻസിനായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് അവർക്ക് കിട്ടിയിട്ടില്ല, അവർ മരിക്കുകയായിരുന്നല്ലോ ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ശരിക്കും നേറ്റീവ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, വളരെ റെയറാണ് ശരിക്കും പിന്നെ അവരെ കാണുക എന്ന് പറയുന്നത്. നൗ ആൻഡ് വൺസ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ബ്രിട്ടന്റെ ആധിപത്യം ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇവർ 13 കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 13 കോളനീസിൽ ഇവർ വളരാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഓഫ്കോഴ്സ് ബ്രിട്ടൻ അപ്പോഴും ബ്രിട്ടന്റെ ഹോൾഡ് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ എന്താ ഇവര് എന്തൊക്കെയാണോ ഇവർ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഫിറ്റ് ഉണ്ടോ, ഇതിന്റെ എല്ലാം തന്നെ എന്താണ് ഒരു പ്രോഫിറ്റ് എപ്പോഴും ആരെടുത്തിട്ട് പോകും, ബ്രിട്ടൻ എടുത്തിട്ട് പോകും. അപ്പോൾ ഫൈനലി ഇത് ഇവർക്ക് മധ്യമായിട്ട് ഇവരെന്ത് ചെയ്യും, ഈ അമേരിക്കൻസ് അല്ലെങ്കിൽ അമേരിക്കൻ കോളനീസ് അവര് ബ്രിട്ടനെതിരെ എന്താ റെസിപ്രിക്കേറ്റ് ചെയ്യും, വിച്ച് ഇസ് നോൺ ആസ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ആൻഡ് ഇതിനിടയിൽ തന്നെ ഒരുപാട് സിവിൽ വാർസും ഇതൊക്കെ ഉണ്ടാകുന്നത്, എസ്പെഷ്യലി വിത്ത് ദ നേറ്റീവ്സ്. പിന്നെ അവിടെ വന്നിട്ടുണ്ട് ഫ്രഞ്ച് ആർമീസ് ഉണ്ടായിരുന്നു, സ്പാനിഷ് ആർമീസ് ഉണ്ടായിരുന്നു. ഇവരുമായിട്ടൊക്കെ തന്നെ ഒരുപാട് വാർസും എല്ലാം ഉണ്ട്. എന്നിട്ടാണ് ഫൈനലി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത് ആൻഡ് അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നതും. ഓക്കെ, എന്നിട്ടാണ് പിന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്കയിലോട്ടുള്ള ഒരു എന്താ വളർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് താഴോട്ടുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പോം. Lines 1 to 7 first. The land was ours before we were the land's. She was our land more than 100 years before we were her people. She was ours in Massachusetts, in Virginia, but we were England's, still colonials, possessing what we still were unpossessed by what we now no more possessed. Okay, so when the British occupied the land,
അമേരിക്ക ബിക്കം എ കോളനി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രിട്ടീഷ് ഈ ലാൻഡ് ഓക്കുപ്പൈ ചെയ്തു, അമേരിക്ക എന്തായി മാറി, ഒരു കോളനിയായി മാറി. ആൻഡ് ദ കോളനിസ് nurtured a sense of possession instead of nurturing a sense of belongingness. അപ്പോൾ ഈ വന്ന കോളനീസ് അവരെന്താ ചെയ്തേ, അവർ ഈ ലാൻഡിനെ പൊസഷൻ എന്നുള്ള രീതിയിലാണ് കണ്ടത്. പൊസഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് വി ഓൺ, അല്ലെങ്കിൽ വി ഓൺ എന്നല്ല പറയാ, ഒരു പീസ് ഓഫ് ലാൻഡ്, ജസ്റ്റ് ദാറ്റ്. ഓക്കെ, ആ രീതിയിലാണ് കണ്ടത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, വി ബിലോങ് ഹിയർ എന്ന് പറയുന്ന ആ ഒരു സെൻസിനെക്കാളും അവർക്ക് ഉണ്ടായിരുന്ന ഒരു പോസസീവ് കൈൻഡ് ഓഫ് സെൻസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അത് ഇന്റിമേറ്റ് സെൻസ് അല്ല, അത് പൊസഷൻ എന്ന് പറയുന്ന ഒരു ഇന്റിമേറ്റ് സെൻസ് അല്ല. Now the poem begins with this assertion that the land was ours before we were the lands. Okay, അപ്പോൾ ഈ poem begins, ഈ ഒരു അസേർഷനിലൂടെയാണ് ഈ poem തുടങ്ങുന്നത്. Land was ours before we were the lands. നമ്മൾ ലാൻഡിനെ ആവുന്നതിന് മുന്നേ എന്താണ്, land was ours. നമ്മൾ ആ ലാൻഡിനെ ഒരു പൊസഷൻ ആയിട്ട് മാത്രമാണ് കരുതിയിരുന്നത്. The poet has a history in his mind from the very beginning. അപ്പോൾ ഈ പറയുന്നത് പണ്ടത്തെ കോളനീസ് ഹിസ്റ്ററി മുതലാണ് പുള്ളിയുടെ പറഞ്ഞു തുടങ്ങുന്നത്. He sees the Europeans who arrived as settlers as people who had arrived in the land of America but were yet to possess it completely, belong to it completely. അതായത് അവര് എത്തിയെങ്കിലും അവരിവിടെ വർക്ക് ചെയ്ത് തുടങ്ങി, അവരിവിടെ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങി, പക്ഷെ എന്നാലും they were yet to belong to it completely. ആ ലാൻഡിന് അവർ ബിലോങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. The one who came from England as colonists were yet to be American in truth. അതായത് അവർ വന്നവർ they were still British people rather than Americans എന്ന് അർത്ഥം. അതാണ് പുള്ളി ഇവിടെ മീൻ ചെയ്യുന്നത്. അവരെ കംപ്ലീറ്റ്ലി അമേരിക്കൻസ് ഇൻ ട്രൂ സെൻസ് ആയിട്ടില്ല. They had to abandon their early history completely, and only then they could build a country. So those who arrived first and described as we were England's still colonials, they still colonies. അത് ഈ വരുന്നവരെല്ലാം തന്നെ അവരവരുടെ ആ യൂറോപ്യൻ ഹിസ്റ്ററി അതവർ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവർ ആ അമേരിക്കൻസ് എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ they were still colonials. അവർ കൊളോണിയൽസ് എന്നുള്ള ആ ഒരു ഇതിൽ മാത്രമേ നിൽക്കത്തുള്ളൂ, അല്ലാതെ അമേരിക്കൻസ് ആയിട്ടില്ലായിരുന്നു എന്നർത്ഥം. They possessed this land but remain unpossessed because they were still celebrating their native European land. they possessed the land, അവരുടെ ആ ഓണർഷിപ്പ് ഉണ്ട്, ലാൻഡിന്റെ ഓണർഷിപ്പ് ഉണ്ട്, but at the same time they remain unpossessed. കാരണം പക്ഷെ സ്റ്റിൽ അവരുടെ അൺപോസസ്ഡ് ആണ്. പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ ആ ലാൻഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഇന്റിമസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ബിക്കോസ് ആ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് അവർക്ക് ഇല്ലായിരുന്നു. കാരണം എന്താ, അവർ അപ്പോഴും അവരുടെ യൂറോപ്യൻ ലിങ്ക്സ് ആണ് അവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നോട്ട് അമേരിക്കൻ ലിങ്ക്. ദ ട്രൂ അമേരിക്കൻ ക്യാരക്ടർ വാസ് യെറ്റ് ടു സർഫസ്. അവരുടെ ശരിക്കുള്ള ട്രൂ അമേരിക്കൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പിന്നീട് ആണ് വരുന്നത്. The poet compares the contemporary state with that state when he says that they were possessed by what we now no more possess. ഇപ്പോഴുള്ള നമ്മുടെ സെൻസ് ഓഫ് ബിലോങ്ങിങ് കൊണ്ട് അത് അന്ന് അവർക്ക് ഇല്ലായിരുന്നു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Going to the next line. Lines 8 to 11. Something we were withholding made us weak. Until we found that it was ourselves we were withholding from our land of living, and forthwith found salvation and surrender. അപ്പോൾ ഇത് നെക്സ്റ്റ് സെക്ഷൻ ആയിട്ട് എടുക്കാം. കാരണം ഇതിനുള്ളിൽ ആ ഒരു ചേഞ്ചിനെ കുറിച്ച് പറയാണ്. ഓക്കെ, ചേഞ്ച് അല്ല, വാട്ട് മെയ്ഡ് ദം സ്റ്റേ ആസ് കൊളോണിയൽസ് ആൻഡ് നോട്ട് become the real Americans. അതിനെ കുറിച്ച് പറയുന്നത്. The colonists withheld from them feelings of affections and patriotism. Okay, but colonists എന്താ, they withheld from them feelings of affections and patriotism towards the land. അത് അവരെ സംബന്ധിച്ച് അവർക്ക് അതുവരെയും ആ ഒരു സെൻസ് ഓഫ് പേട്രിയോട്ടിസമോ അല്ലെങ്കിൽ നാഷണലിസ്റ്റിക് പവറോ അല്ലെങ്കിൽ ഒരു അഫെക്ഷനോ അവർക്ക് അതുവരെയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോർ ദം ഇറ്റ് വാസ് ജസ്റ്റ് എ ലാൻഡ് കോളനിയൽ, അവർ അപ്പോഴും എന്താ കോളനീസ് മാത്രമായിരുന്നു. നൗ ലാക്ക് ഓഫ് ഇന്റിമേറ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ലാൻഡ് മെയ്ഡ് ദം വീക്ക് ആൻഡ് ഇൻഎഫക്റ്റീവ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റിമേറ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ലാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വളരെ വീക്ക് ആൻഡ് ഇൻഎഫക്റ്റീവ് ആയിരുന്നു. ദ കോളനീസ് ഓൺ റിയലൈസിംഗ് ദർ ഡിഫെക്ട്, namely lack of love, sense of alienation and devotion to one's own country, surrendered their heart and soul for the cause of the country which had now become their motherland. അപ്പോൾ finally they realized their defect. അവരുടെ ആ ശരിക്കുള്ള lack of love, തൻ്റെ ലാൻഡിനോട് അത്രയും ആ ഒരു സ്നേഹം വേണം, ആ ഒരു എലിനേഷൻ ഇല്ലാണ്ടാക്കണം, ആൻഡ് ആ കൺട്രിയോട് ആ ഒരു കംപ്ലീറ്റ് ഡിവോഷൻ വേണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ദേ സറണ്ടേർഡ് ദെയർ ഹാർട്ട് ആൻഡ് സോൾ ടു ദ കോസ് ഓഫ് ദെയർ കൺട്രി. അപ്പോൾ ആ കൺട്രിക്ക് വേണ്ടിയിട്ട് അവരവരുടെ ഹാർട്ടും സോളും എല്ലാം തന്നെ എന്താ വച്ച് കൊടുത്തു. വിച്ച് ഹാഡ് നൗ ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കേം, അങ്ങനെ വൺസ് അത് ചെയ്തതിന് ശേഷമാണ് the land became their mother land.
Frost refers to this devotion as salvation and surrender. ഇതൊരു ബിബ്ലിക്കൽ ടേം ആണ്. സാൽവേഷൻ ആൻഡ് സറണ്ടർ മീൻസ് ദൈവത്തിന് കംപ്ലീറ്റ്ലി അർപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടാണ് പുള്ളി ഇവിടെ പറയുന്നത്. ആ ഈക്വൽ സ്റ്റേറ്റസ് അവിടെ കൊടുക്കുകയാണ്. ദൈവത്തിനുള്ള ഈക്വൽ സ്റ്റേറ്റസ് ആണ് ഇവിടെ ആർക്ക് കൊടുത്തിരിക്കുന്നത്? ലാൻഡിന് കൊടുത്തു. ലാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞ കൺട്രിക്കാണ് കൊടുത്തത്. ലാൻഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ അമേരിക്ക എന്ന് പറഞ്ഞ കൺട്രിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. പുള്ളി എന്താണ് ആ ഒരു ഗോഡിന് ഈക്വൽ ആയിട്ടുള്ള സ്റ്റേറ്റസ്. അപ്പം അമേരിക്കൻസ് they should consider their land as equal to God എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. സാൽവേഷൻ ആൻഡ് സറണ്ടർ. ആൻഡ് they found the salvation and surrender കംപ്ലീറ്റ്ലി അവരുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തു എന്നർത്ഥം. ആൻഡ് ദിസ് വാസ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. ഇതായിരുന്നു അവരുടെ ഗിഫ്റ്റ്. ഓക്കെ, ഇതാണ് ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ദിസ് വാസ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. The colonists who came to America were still ruled by the place where they came from. അതായത് ഈ കോളനീസ് അവരപ്പോഴും എന്താണ് ആ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നല്ലോ അവർ. So they were not truly accepting this new land as their own, but something to which they just rule. അവരതുകൊണ്ട് തന്നെ എന്താ അവരുടെ ലാൻഡ് എന്നുള്ളതല്ല, പക്ഷെ just something that they had to rule. ഈ രീതിയിലാണ് അവർ അതിനെ കണ്ടിരുന്നത്. So the poet says that the character was not strong because something we were withholding made us weak. അതിന് ക്യാരക്ടർ അത്രയും ഈ അമേരിക്കൻസിന്റെ ആ ഒരു നാഷണലിസ്റ്റിക് ക്യാരക്ടർ അത്രയും സ്ട്രോങ് അല്ലായിരുന്നു. കാരണം സംതിങ് വാസ് withholding them and it made them weak. But they realized this weakness and gave up their colonial link and celebrated the new identity afresh. പക്ഷെ അവരെന്താ ചെയ്ത്? അവർ ആ വീക്ക്നെസ് മനസ്സിലാക്കി, അവരുടെ കൊളോണിയൽ ലിങ്ക് അങ്ങ് ഉപേക്ഷിച്ചു ആൻഡ് സെലിബ്രേറ്റഡ് ദ ന്യൂ ഐഡന്റിറ്റി afresh. അവരുടെ അമേരിക്കൻ ഐഡന്റിറ്റി അവർ പുതുതായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. And this is what he calls salvation and surrender. So finally, they surrendered themselves to the land. In a Christian tone, the poet writes that they finally found salvation and surrender. Okay, the final section, lines 12 to 16. Such as we were, we gave ourselves outright. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു the gift, okay, the free gift. We got the free gift like that. Free gift എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം they earned it അല്ലേ. The deed of gift was many deeds of war. അവിടെ ആലോചിക്കുന്നത് ഈ ഒരു സെന്റൻസ് പാരന്തസിസിലാണ് കിടക്കുന്നത്. പാരന്തസിസിന്റെ ബ്രാക്കറ്റ്സിൽ. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ബ്രാക്കറ്റ്സിൽ എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ടു ദ ലാൻഡ് വീക്ക്ലി റിയലൈസിങ്, അതെന്ന് വെച്ചാൽ ഇത് എക്സ്ട്രാ ആണ് നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള 4 ലൈൻസ് ആണ് അത് ശരിക്കുള്ളത്. ദിസ് വൺ ഈസ് എക്സ്ട്രാ, നമുക്കൊരു എക്സ്ട്രാ ഇൻഫോ തരാനായിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടു ദ ലാൻഡ് വീക്ക്ലി റിയലൈസിങ് വെസ്റ്റ്വേർഡ് ബട്ട് സ്റ്റിൽ അൺസ്റ്റോറീഡ്, ആർട്ട്ലെസ്, unenhanced, such as she would become. This gift marked the growth of a nation. അപ്പോൾ ഈ ഒരു realization, this salvation of this surrendering, okay, this was the gift, and this gift marked the growth of a nation, charting undiscovered lands and establishing herself as a great nation, charting repetition ഉണ്ട് as a great nation. And finally he emphasizes how they will continue to love their land in future too. ഇവിടെ ഈ ഒരു സെക്ഷനിൽ പുള്ളി വെച്ചാൽ ഈ പറയുന്ന പോലെ അവർ ആ ഒരു ദ ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സറണ്ടറിങ് എന്ന് പറയുന്നത് അത് അവരെ എന്തിനു ഹെൽപ്പ് ചെയ്തു? കൂടുതൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, പിന്നെ അവർ വെസ്റ്റ് ബോർഡായിട്ട് കൂടുതൽ ലാൻഡ്സ് അക്വയർ ചെയ്യാനും ആൻഡ് ഒരു കംപ്ലീറ്റ് നേഷനായിട്ട് അവർ മാറാനും അവരെ ഇത് സഹായിച്ചു. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൗ ഇറ്റ് വിൽ become a great country in the future too. അതാണ് പുള്ളി ഈ ഫൈനൽ സ്റ്റാൻസിൽ പറയുന്നത്. Now, it wasn't until the settlers let go of England and fought for independence that America started to own the settlers. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, we gave ourselves outright. The deed of gift was many deeds of war. Okay, അപ്പോൾ ആ വാറിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. It wasn't until settlers let go of, അപ്പോൾ ഇംഗ്ലണ്ടിനെ വിട്ടു കളഞ്ഞു and fought for independence. ബ്രിട്ടനുമായിട്ട് എങ്ങനെയാണ് നേടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ബ്രിട്ടനുമായിട്ട് യുദ്ധം ചെയ്ത് ബോസ്റ്റൺ ടീ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് അവർ നേടിയെടുത്തത്. As time proceeded, America started to prosper and expand westward. And കാലങ്ങൾക്ക് ചെന്നതോടുകൂടി അമേരിക്ക നല്ലപോലെ പ്രോസ്പർ ആവാൻ തുടങ്ങി. ആൻഡ് ദെൻ അവർ വെസ്റ്റ്വേർഡ് എക്സ്പാൻഡ് ചെയ്യാനും അവർ തുടങ്ങി. And the poet normalizes the wars which they fought. അവർ എന്താ നോർമലൈസ് ചെയ്യുക, ആ പാരന്തസിസിലൂടെ ശരിക്കും പറഞ്ഞാൽ പുള്ളി നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് കുഡ് ബി ഓവർലുക്കിംഗ് ദ കില്ലിംഗ് ഓഫ് ദ നേറ്റീവ്സ്. ഓക്കെ, അത് ആലോചിക്കുക, ഈ
വാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല wars ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രഞ്ച് ആർമി ആയിട്ടുള്ള വാർ ഉണ്ടായിരുന്നു, സിവിൽ വാർസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ ഉണ്ടായിരുന്നു, ആൻഡ് ദെൻ ഈ നേറ്റീവ്സുമായിട്ടുള്ള വാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയും പുള്ളി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ഈ ഗിഫ്റ്റിന്റെ ഒരു ഡീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് വാസ് വാർ. ഇഷ്ടംപോലെ വാർസ് അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു സ്റ്റേജിൽ എത്തിയത്. പക്ഷെ അവിടെ നമ്മൾ ഓവർലുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് നേറ്റീവ്സ് ആണ്. The poet is celebrating പക്ഷെ എനിവേ whatever it was or whatever negative that could be, of course the result was the growth of nationalism. And the broad enthusiasm for America that characterizes the poem takes an unexpected turn in the grave 13th line. 13th line അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അത് നെഗറ്റീവും ആക്കാം പോസിറ്റീവ് ആക്കാം. നെഗറ്റീവ് ഇൻ ദ പോസിറ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ഓഫ് കോഴ്സ് ഈ വാഴ്സ് ആണ് അവരെ ഫൈനലി, ഫോർ എക്സാമ്പിൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെയാണ് അവർക്ക് ആ ഒരു ഫൈനൽ സെറ്റൻഡിങ് എന്ന് പറയുന്നത് അവർക്ക് അതിലൂടെയാണ് ഉണ്ടാവുന്നത്. അറ്റ് ദ സെയിം ടൈം ആ സെയിം വാർ അല്ലെങ്കിൽ നേറ്റീവ്സിനെ ഇല്ലാണ്ടാക്കിയതും ഇതേപോലത്തുള്ള വാഴ്സ് ആണ്. ഓക്കെ, സോ it has the connotation of both negative and positive elements. Now suddenly the poem is not only about a commitment to the land but also a discussion of the revolutionary wars and removes that the battle over the land caused so many deaths. അത് ഒരുപാട് മരണങ്ങളിലൂടെയാണ് ആക്ച്വലി അവർ പിന്നീട് ആ സ്റ്റേജിലോട്ട് എത്തിയത്. The use of parentheses in this particular line ensures that the specifics of the war are not mentioned. അതായത് നമ്മൾ കൂടുതൽ ഏതൊക്കെ വാർസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ it makes sure that we are not to forget the wars that they have waged, especially that which killed the നേറ്റീവ്സ്. ഓക്കെ, ആ റെഡ് ഇന്ത്യൻസ് ഇത്രയും കൊന്ന ആ വാർസും തന്നെ നമ്മൾ ഒരിക്കലും മറക്കാനും പാടില്ല എന്നത് കാണിക്കാനും കൂടിയാണ് പുള്ളി അതിനെ പാരന്തസിസിൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തത്. Now, in the end, the poet describes the expansion of the country by saying the land vaguely realizing westward, yet he laments the lack of civilization. പുള്ളി എന്നിട്ട് പറയും, പക്ഷെ എൻഡില് പുള്ളി ഒരു സ്ലൈറ്റ് ടേൺ എടുക്കുന്നത് ഹി സീസ് ദാറ്റ് ഇറ്റ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് സെൽഫ് വെസ്റ്റ്വേർഡ്. അത് വെസ്റ്റ്വേർഡ് അവരെ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് മുകളിലോട്ട് അവർ കയറിയിട്ടുണ്ട്. യെറ്റ് അറ്റ് ദ സെയിം ടൈം ഹി ലാമൻസ് എ ലാക്ക് ഓഫ് സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ ആ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാലായിട്ട് ശരിക്കും ഒരു സിവിലൈസേഷൻ ഒരു ഇന്നും എടുത്തു കഴിഞ്ഞാലായിട്ട് ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ളവരെ വെച്ച് കമ്പയർ അവർ തന്നെയാണ്, അമേരിക്കൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂറോപ്യൻസ് അമേരിക്ക ഇസ് നോട്ട് ദാറ്റ് കൾച്ചേർഡ് എന്നാ പറയാ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ തന്നെ പ്രിൻസ് ഹാരി, മെഗൻ മാർക്കിളിന്റെ ഒക്കെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിൻസ് ഹാരി അങ്ങോട്ട് പോകുന്നത്, മെഗൻ മാർക്കിളിനെ കല്യാണം കഴിച്ചൊക്കെ അത്ര പോസിറ്റീവ് അല്ലാതെ കാണുന്ന വെച്ചാൽ ഫോർ ദം അമേരിക്ക ഇസ് നോട്ട് ദ ലാൻഡ് ഓഫ് കൾച്ചർ. ഓക്കെ, ദാറ്റ് ഇസ് വൈ അങ്ങനെ അവർ കാണുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പുള്ളി പറയുന്നത്. പോസിബിളി ഒരു പക്ഷേ പുള്ളി നമ്മുടെ പോയിട്ട് ആ ഒരു സെയിം ഐഡിയ ആയിരിക്കും വച്ച് പുലർത്തുന്നത്. പോസിബിളി ഹി ഈസ് നോട്ട്, ഐ ഡോണ്ട് നോ, ബട്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നത് വെച്ചാൽ പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ഗ്രോൺ, ബട്ട് ഓഫ് കോഴ്സ് ദർ ഇസ് എ ലാക്ക് ഓഫ് സിവിലൈസേഷൻ, ആൻഡ് അതുകൊണ്ടാണ് ദ ലാൻഡ് ഇസ് സ്റ്റിൽ അൺസ്റ്റോറീഡ്, ആർട്ട്ലെസ് ആൻഡ് അൺഎൻഹാൻസ്ഡ് എന്ന് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ അൺസ്റ്റോറീഡ്, ആർട്ട്ലെസ്, അൺഎൻഹാൻസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാം നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അൺസ്റ്റോറീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ് ഡസൻ ഹാവ് ഇറ്റ്സ് ഓൺ സ്റ്റോറീസ്, മിത്സ് ആൻഡ് ലെജൻഡ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്രിട്ടന്റെയും അല്ലെങ്കിൽ സ്പെയിൻ ഇങ്ങനെയൊക്കെ അവർക്കെല്ലാം സ്വന്തമായിട്ട് ഒരുപാട് മിത്സും ലെജൻഡ്സും ഒക്കെ ഉണ്ട്. വേറസ് ഇവർക്ക് അൺസ്റ്റോറീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ തോന്നില്ല, കാരണം ഇവർ കോളോണിയൽസ് അല്ലേ, ഇവർ അവിടെ നിന്ന് വന്നവരാണ്, അവർക്ക് അവിടുത്തെ സ്റ്റോറീസ് ആണുള്ളത്. പക്ഷെ ആലോചിക്കുക, അഗെയിൻ അവിടെ ഉണ്ടാവുന്ന നേറ്റീവ്സിന് അവരുടേതായ സ്റ്റോറീസ് ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിക്കുക. നൗ സെക്കൻഡ് വൺ ഇസ് ആർട്ട്ലെസ്. ആർട്ട്ലെസ് എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ട്, ഒന്ന് കണ്ണിങ്നെസ് ഇല്ല എന്ന് പറയുന്നതും അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് പറയാം. സെയിം ടൈം സിമ്പിൾ ആൻഡ് ഫ്രഷ് ആണ് എന്നുള്ളതും, ആൻഡ് അറ്റ് ദ സെയിം ടൈം ആർട്ട്ലെസ് ഒരുപാട് എന്താ ഭയങ്കര ടാലൻസ് അങ്ങനെ ഭയങ്കര ഒന്നും അങ്ങനത്തെ ഇല്ല ആ രീതിയിലും, പക്ഷെ അത് ഒരു ഫാർഫെച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് പറയാം. I don't know. Anyway, unenhanced, okay, because there is not much exaggeration about it. Okay, അപ്പോൾ ഇത്രയുമാണ് ആ പുള്ളി യൂസ് ചെയ്യുന്ന വേർഡ്സ്. അമേരിക്കസ് കറണ്ട് ആയിട്ടുള്ള അമേരിക്കയെ പറയുന്നത് പുള്ളി അൺസ്റ്റോറീഡ്, ആർട്ട്ലെസ്, അൺഎൻഹാൻസ്ഡ് എന്നാണ്
And as a point of view of many European thinkers at the time that America has no culture, the poem ends in a not so positive tone when it says that such as she would become. അത് പോസിറ്റീവ് ആണെന്ന് നെഗറ്റീവായിട്ട് എടുക്കാം. കാരണം what I thought is that the poet envisions a land of high culture which is yet to come. എന്ന് വെച്ചാൽ finally she would reach a place where she will be considered a cultural icon. Okay. And of course, culture as it is, in പല dimensions ഉണ്ടല്ലോ. അത് ഓരോരുത്തരും കാണുന്ന രീതിയുടെ പ്രത്യേകതയാണ്. Anyway, so that is the end of the poem, The Gift Outright. Okay. So thank you. ബൈ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞ ചെറിയൊരു പോമാണ്, പക്ഷെ ഓഫ്കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് കൊളോണിയൽ ഹിസ്റ്ററി അതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ ബൈ. താങ്ക് യു.